ചിലപ്പോൾ ഈ റമദാൻ മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനല്ല, മറിച്ച് നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിലോ? ഹലോ, വെൽക്കം ബാക്ക്. ഒരു ഗ്രാമത്തിൽ യൂസഫ് എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നിസ്കരിക്കും, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നിസ്കാരം മിസ്സാക്കും. ചില റമദാനിൽ നോമ്പോൽക്കും, ചില മാസങ്ങളിൽ നോമ്പേ ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പലർക്കും കൊടുക്കുന്ന പല പ്രോമിസസും അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്യാറുണ്ട്. ആൻഡ് സെൽഫിന് കൊടുക്കുന്നത് മെയിൻലി അദ്ദേഹം ബ്രേക്ക് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും റമദാൻ മാസം വരുന്ന സമയത്ത് അദ്ദേഹം പറയും, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അടുത്ത വർഷം എന്ത് ചെയ്തോളാം, നന്നായിക്കോളാം. അടുത്ത വർഷം എന്ത് ചെയ്യും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുമെന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നതല്ലാതെ ഇദ്ദേഹത്തിന് ഒരു മാറ്റവും. വർക്കും സ്ട്രെസ്സും ഈഗോവും ഹാബിറ്റ്സും ഇതൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇദ്ദേഹത്തിന് എടങ്ങേറാവാൻ തുടങ്ങി. അങ്ങനെ ഒരു റമദാൻ മാസം രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് രാത്രിയിൽ ഇങ്ങനെ സ്ക്രോളിംഗ് എന്നുള്ളത്. സോ അദ്ദേഹം അതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഖുർആനിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വേഴ്സ് കേട്ടു. ഖുൽ യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം തഖ്നതു മിർ റഹ്മത്തില്ലാഹ്.